ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഡ്രേപ്പ് ചെയ്യാൻ. മഞ്ചർ ഡ്രേപ്പ് എന്നാണ് ഇത് പറയുക. ഇത് ബീഹാറിലുള്ള ലേഡീസ് ഡ്രേപ്പ് ചെയ്യുന്നൊരു ഡ്രേപ്പിംഗ് ആണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഡ്രേപ്പിംഗ്. സാധാരണ നമ്മൾ ചെയ്യുന്ന നിവി ഡ്രേപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു അതുപോലെയൊന്നുമല്ല, കുറച്ച് വ്യത്യാസമാണ്. ആദ്യം തന്നെ നമ്മൾ സാരി റൈറ്റ് സൈഡ് ടക്കിൻ ചെയ്ത് ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. ഇതിൻ്റെ പല്ലു പ്ലീറ്റിംഗ് ഒന്നുമില്ല, പല്ലു ജസ്റ്റ് നമ്മൾ മെഷർ ചെയ്ത് ഇടുകയുള്ളൂ. പല്ലുയുടെ പോർഷൻ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയെടുത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത്. അല്ലാതെ പ്ലീറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫാബ്രിക് നമ്മൾ നന്നായിട്ട് പ്ലീറ്റ് ചെയ്യുക. താഴത്തെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പം കോട്ടൺ സാരിയാണ് യൂസ് ചെയ്യുന്നത്, ഹാൻഡ്ലൂം സാരി. അതുകൊണ്ട് ബൾക്കി ആയിട്ട് ഉണ്ടാവില്ല. നല്ല പ്ലീറ്റ്സ് കിട്ടിയായിരുന്നു. താഴത്തെ പ്ലീറ്റ്സ് എനിക്ക് തോന്നുന്നു ഒരു 10-12 പ്ലീറ്റ്സ് കിട്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ അത് നന്നായിട്ട് പ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് ഒരു ബോ പോലെ കെട്ടാനാണ് പോകുന്നത്. നമ്മൾ ആദ്യം സാരി ടക്കിൻ ചെയ്യില്ലേ, ആ പോർഷൻ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് ഈ താഴത്തെ പ്ലീറ്റിൻ്റെ മുകൾ ഭാഗം ഒരു ബോ പോലെ ആക്കിയിട്ട് അതിന് ചുറ്റും ചുറ്റി ടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രേപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര മോഡസ്റ്റാണ്. എന്നാൽ ആ ബീഹാറിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വർക്ക് കൾച്ചറിനൊക്കെ ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു ഡ്രേപ്പാണ്. ഇത് അധികം ആരും ഡിസ്കസ് ചെയ്യാത്തതും ഡോക്യുമെൻ്റ് ചെയ്യാത്തതുമായിട്ടുള്ളൊരു ഡ്രേപ്പാണ്. പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു ഡ്രേപ്പാണ്. അപ്പം നമ്മൾ താഴത്തെ പല്ലു നന്നായിട്ട് കെട്ടിയിട്ട് അതിനൊരു ബോ പോലെ നമ്മളിങ്ങനെ തുറന്ന് വെക്കണം. അപ്പോൾ അതൊരു ഫ്ലവർ വെച്ചതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ബാക്കി പല്ലു നമ്മളിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൂസായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഫറൻസസ് നോക്കിയപ്പോൾ ഈ സാരീനെ കുറച്ചും കൂടി ഒരു മോഡേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് മാറ്റാമെന്ന് കണ്ടു. അപ്പം പല്ലുവിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ടക്കിൻ ചെയ്തിട്ട് ഈ താഴത്തെ പ്ലീറ്റിൻ്റെ ആ ഫ്ലവർ പോലെ നിൽക്കുന്ന ഭാഗം കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഹിപ്പ് ചെയിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഗൗൺ ഇട്ട ഫീലിംഗ് വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഹിപ്പ് ചെയിനും കൂടെ വന്നപ്പോൾ സാരിക്ക് നല്ലൊരു ഡെഫിനേഷനും കൂടെയായി. അപ്പം നിങ്ങൾക്കിത് ഹിപ്പ് ചെയിന് പകരം വേറൊരു സിമിലർ കളർ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ ക്ലോത്ത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.